വെൽക്കം ബാക്ക്. AMMA എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിൽ അസൗകര്യം അറിയിച്ച പ്രസിഡന്റ് മോഹൻലാൽ നാളെ യോഗം ചേർന്നേക്കില്ല. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ വന്ന അറിയിപ്പ്. അതേസമയം ജനറൽ സെക്രട്ടറിയായി വനിതയെ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അൽ അമീൻ, മോഹൻലാലിന്റെ പ്രതികരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നാളെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന ശേഷം പ്രതികരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നാളത്തെ എക്സിക്യൂട്ടീവ് തന്നെ മാറ്റിയിരിക്കുകയാണോ? തൽക്കാലം AMMയുടെ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരില്ല എന്നുള്ള വിവരമാണ് സുജിയ പുറത്തുവരുന്നത്. നാളെ അടിയന്തരമായി യോഗം ചേരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആദ്യം നാളെ ഉച്ചയ്ക്ക് ചേരുമെന്ന് അറിയിപ്പ് ലഭിച്ചിരുന്നു അംഗങ്ങൾക്ക്. അതിനുശേഷം വൈകുന്നേരത്തേക്ക് മാറ്റിയെന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് അറിയിപ്പ് പോയി. അതിനുശേഷമാണ് യോഗം പൂർണ്ണമായും മാറ്റിയതായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെയും മറ്റു ചില താരങ്ങളുടെയും അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഗം മാറ്റിയതായി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ലഭിക്കുന്ന വിവരം ഒരു പൊട്ടിത്തെറിയിലേക്കും വലിയ തരത്തിലുള്ള പിളർപ്പിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് തൽക്കാലം ഉടൻ യോഗം ചേരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സിദ്ദീഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്നൊരു ആവശ്യം സജീവമായി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് WCC ഉൾപ്പെടെയുള്ള വനിതാംഗങ്ങൾ ഉൾപ്പെടെ പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുമ്പോൾ അതിനൊന്നും AMMA ചെവി കൊടുക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായുള്ള പരാതിയാണ്. ആ പരാതികൾ അത്തരം സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു വനിത കീ പോസ്റ്റിലേക്ക് വരേണ്ടതുണ്ട്, തക്കോൽ സ്ഥാനത്തേക്ക് വരേണ്ടതുണ്ട്. അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അത്തരം ഒരാളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതേസമയം ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തേക്ക് വന്ന ജഗദീഷിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നൊരു ആവശ്യം കൂടി ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നു. താൽക്കാലികമായി സെക്രട്ടറി ബാബുരാജിനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നാളത്തെ യോഗത്തിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ച ആ നിലയിൽ മുന്നോട്ട് പോകാനായിരുന്നു ആലോചന. പക്ഷേ ബാബുരാജിനെതിരെ ഉൾപ്പെടെ ആരോപണം ഉയർന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. കൂടുതൽ താരങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പലർക്കെതിരെയും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരാനുള്ളൊരു സാധ്യതയും ഭാരവാഹികൾ മുന്നിൽ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തൽക്കാലം യോഗം ഉടൻ ചേരേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുൻപ് വനിതാ അംഗങ്ങളോടും WCC അംഗങ്ങളോടും ഒക്കെ തന്നെ നിലപാട് ചോദിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കും യോഗം ചേരുക. യോഗത്തിലെടുക്കേണ്ട തീരുമാനങ്ങൾ, ഈ ആരോപണങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷം മതി യോഗം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം പല പരാതികളും ഇതിനോടകം AMMയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളെ എങ്ങനെയാണ് സംഘടന ട്രീറ്റ് ചെയ്തത് എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയൊരു എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ ആ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ലഭിച്ച പരാതികളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് കൂടി വിശദമാക്കേണ്ടി വരും. ആ പരാതി പരിഗണിച്ചു വരുന്നു, അത് പഠിച്ചു വരുന്നു, പരിശോധിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രതികരണത്തിൽ ഒതുക്കി മുന്നോട്ട് പോവുക സാധ്യമല്ല, അത് പ്രായോഗികമല്ല. അങ്ങനൊരു നിലപാട് സ്വീകരിച്ചാൽ വളഞ്ഞിട്ടുള്ള ആക്രമണം ഇനിയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് കൃത്യമായ നിലപാട് രൂപീകരിച്ചതിന് ശേഷം, കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയതിനു ശേഷം, കൃത്യമായൊരു പിക്ചർ ഉണ്ടാക്കിയതിനു ശേഷം മതി യോഗം ചേരലും മാധ്യമങ്ങളെ കാണലും നിലപാട് വിശദീകരിക്കലും എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സുജയ. അതുകൊണ്ടാണ് നാളെ ചേരാനിരുന്ന എക്സിക്യൂട്ടീവ് യോഗം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. പകരം എന്ന് ചേരുമെന്ന് അറിയിച്ചിട്ടില്ല. ഏതായാലും ഉടൻ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അതേസമയം ഒരു വിഭാഗം പറയുന്നത് ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരണം, ജനറൽ ബോഡി വൈകാതെ ചേരേണ്ടതുണ്ട്, നിലപാട് കൃത്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരത്തിൽ കളങ്കിതരായി പൊതുസമൂഹത്തിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ തുടർന്നു പോകുന്നത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗവും സംഘടനയിലുണ്ട്. എന്ത് നിലപാട്, എന്ത് തീരുമാനം ഇക്കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് സുജയ. ഓക്കെ, യോഗം ചേരുന്നതിൽ അനിശ്ചിതത്വമാണ്. പ്രസിഡന്റിന് അസൗകര്യം എന്നാണ് പറയുന്നത്. പ്രസിഡന്റിന്റെ അസൗകര്യം കണക്കാക്കി ഇപ്പോൾ യോഗം മാറ്റിവെക്കുന്നു. എന്നാൽ സംഘടനയ്ക്കുള്ളിലെ, അതായത് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന പലർക്കുമെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്മേലുള്ള നെല്ലും പതിരും തിരിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ആ പദവികളിൽ തുടരേണ്ടതുണ്ടോ എന്നതും തീരുമാനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ജഗദീഷ് എന്ന ഒറ്റപ്പേര് ഇപ്പോൾ വളരെ സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്നു. ജഗദീഷ് ആദ്യമെടുത്ത നിലപാട്, ഒപ്പം തന്നെ ജഗദീഷിന്റെ പ്രതിച്ഛായയും ഒക്കെ ഈ അവസരത്തിൽ ചർച്ചയാവുകയാണ്. നമുക്ക് നോക്കാം എന്താണ് താരസംഘടനയിൽ വരാൻ പോകുന്ന മാറ്റം. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ടോ താരസംഘടനയിലെ താരങ്ങൾ, അതും നോക്കാം.